കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് കേസുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ കൗൺസിലർ അനൂപ് ഡേവിസ് കാട ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. നേരത്തെ 5 തവണയിലേറെയായി ഇ ഡി അനൂപിനെ ചോദ്യം ചെയ്തിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരവും ഇ ഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. മുഖ്യപ്രതി സതീഷ് കുമാറിനെ സിപിഎം നേതാവ് PR അരവിന്ദാക്ഷന് പരിചയപ്പെടുത്തിയത് മധുവാണെന്നാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, 1 വർഷത്തിലേറെയായി ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് ഹൈക്കോടതിയൊക്കെ കേസിന്റെ പുരോഗതി ചോദിച്ചിരുന്നു. നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഹാജരായ ആളുകൾക്ക് ഈ തട്ടിപ്പുമായി അല്ലെങ്കിൽ ഈ ക്രമക്കേടുമായുള്ള ബന്ധം എന്താണ്? ആര്യ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് സജീവമാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ CPM നേതാവ് PR അരവിന്ദാക്ഷൻ അടക്കമുള്ളവരാണുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത് തൃശൂർ നഗരസഭാ കൗൺസിലറായ അനൂപ് ഡേവിസ് കാട, അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായിട്ടുള്ള മധു അമ്പലപുരം എന്നിവരാണ്. ഈ 2 പേർക്കും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാണ് ഇ ഡിയുടെ നിലപാട്. CPM നേതാവ് PR അരവിന്ദാക്ഷനെ ഈ കള്ളപ്പണ കേസിലെ ഏറ്റവും പ്രധാന സൂത്രധാരൻ സതീഷ് കുമാറിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ മധു അമ്പലപുരം ആണെന്നാണ് ഇ ഡിയുടെ കേസുള്ളത്. അങ്ങനെ ഇ ഡി അടുത്ത ഘട്ടത്തിലേക്ക് അതിന്റെ അന്വേഷണം കൊണ്ടുപോവുകയാണ്. അവിടെയാണ് മുൻ മന്ത്രി AC മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്കാളിത്തത്തിലേക്കുള്ള ഇ ഡിയുടെ അന്വേഷണം നീളുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 2 CPM നഗരസഭാ കൗൺസിലർമാരെ ഇ ഡി ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹൈക്കോടതി തന്നെ കരുവന്നൂർ കേസിൽ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണ പുരോഗതിയും എന്താണ് ഇതുവരെ ഈ കള്ളപ്പണ ഇടപാടുമായി കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്നതും കോടതിയെ രേഖാമൂലം അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇ ഡി ഒരു 2ാം ഘട്ട നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ശരി.